ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേരള PSC ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന പോർഷനിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രേറ്റർ ഈസ് എ ഡാഷ് ഫിൽറ്റർ. ഇന്റഗ്രേറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ലോ പാസ് ഫിൽറ്റർ ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നമുക്ക് ഇന്റഗ്രേറ്റർ എന്ന് പറയുന്ന ഒരു സർക്യൂട്ടിനെ നമുക്ക് ഓപ്പാമ്പ് കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? നമ്മുടെ 741 ഓപ്പാമ്പ് കൊണ്ട് IC കൊണ്ട് ഒരു ഇന്റഗ്രേറ്ററിനെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഇൻപുട്ടിൽ റെസിസ്റ്ററും അതേപോലെ തന്നെ ഫീഡ്ബാക്ക് ആയിട്ട് കൊടുക്കുന്നത് ഒരു കപ്പാസിറ്ററും ആയിരിക്കും. ഇവിടെ നിന്നായിരിക്കും വി ഔട്ട് എടുക്കുക. ഇവിടെ ഇൻവേർട്ടിംഗ് ടെർമിനൽ, ഇത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ, ദെൻ ഗ്രൗണ്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് വി ഇൻ. അപ്പോൾ ഇതാണ് ഒരു ലോ പാസ് ഫിൽറ്റർ യൂസിങ് ആൻ ഇന്റഗ്രേറ്റർ. ലോ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ഫ്രീക്വൻസി, ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ടാവും. ആ ഫ്രീക്വൻസി അതുപോലെ തന്നെ ഗെയിനുമായിട്ടുള്ള ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ കട്ട് ഓഫ് ഫ്രീക്വൻസി വെച്ചിട്ടുണ്ടാവും. ആ ഫ്രീക്വൻസി എത്തുന്നതിന് മുമ്പുള്ള സിഗ്നൽസിനെ എല്ലാം പാസ് ചെയ്യും. അതായത് ബിലോ ആ ഫ്രീക്വൻസി ആയിട്ടുള്ള സിഗ്നലെ എല്ലാം പാസ് ചെയ്യുന്നൊരു സർക്യൂട്ടാണ് ലോ പാസ് ഫിൽറ്റർ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഹൈ പാസ്. അതായത് നമ്മളൊരു കട്ട് ഓഫ് ഫ്രീക്വൻസി വെച്ച് കഴിഞ്ഞാൽ അതിന് മുകളിലേക്കുള്ള ഫ്രീക്വൻസി മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഹൈ പാസ് ഫിൽറ്ററിൽ പാസ് ചെയ്യുള്ളൂ. സോ ഇവിടെ ഇന്റഗ്രേറ്റർ എന്ന് പറയുന്നത് ലോ പാസ് ഫിൽറ്റർ ആണ്. ഡിഫറൻഷിയേറ്റർ ആണ് നമ്മുടെ ഹൈ പാസ് ഫിൽറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന സർക്യൂട്ട്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓപ്പാമ്പ് മേ ബി യൂസ്ഡ് ആസ്. ഓപ്പാമ്പിന്റെ ആപ്ലിക്കേഷൻ ആണ് ചോദിക്കുന്നത്. എ സമ്മിങ് ആംപ്ലിഫയർ, ബി വോൾട്ടേജ് കമ്പാരേറ്റർ, സി ഡിഫറൻഷിയേറ്റർ, ഡി ഓൾ ഓഫ് ദ എബവ്. നമുക്കറിയാം ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ട് ഓപ്പാമ്പ് യൂസ് ചെയ്യാറുണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അതുകൊണ്ടാണ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് അതിന് പേര് വന്നത് തന്നെ. എന്താണ്? അഡിഷൻ, സബ്ട്രാക്ഷൻ, അങ്ങനെ എല്ലാ ഓപ്പറേഷൻസും, ഒട്ടുമിക്ക ഓപ്പറേഷൻസും നമുക്ക് ഓപ്പറേഷണൽ ആംപ്ലിഫയർ വെച്ചിട്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്നുള്ളൊരു നെയിം തന്നെ വന്നത്. സോ ഇവിടെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, ഓൾ ഓഫ് ദ എബവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടൈമർ IC 555 is available in dash package. ടൈമർ IC എന്ന് പറയുന്നത് 555 IC ആണെന്ന് നമുക്കറിയാം. അതൊരു എന്താണ്? 8 പിൻ DIP പാക്കേജ് ആണ്. എത്ര പിൻ IC എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. 8 പിൻ ആണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് അതിന്റെ പിൻ ഡീറ്റെയിൽസും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. 8 പിൻ IC ആണ്. 4 പിന്ന് ലെഫ്റ്റ് സൈഡിലും 4 പിന്ന് റൈറ്റ് സൈഡിലും ആണ്. 1 2 3 4 then 5 6 7 8. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഇതിലെ പിൻ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇത് പ്ലസ് VCC, ഇത് ഡിസ്ചാർജ്, അതേപോലെ 6th പിൻ എന്ന് പറയുന്നത് ത്രെഷോൾഡ് ആണ്. 5th പിൻ എന്ന് പറയുന്നത് കൺട്രോൾ വോൾട്ടേജ് ആണ്, കൺട്രോൾ വോൾട്ടേജ്. 4th പിൻ എന്ന് പറയുന്നത് റീസെറ്റ് ആണ്. 3rd പിൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആണ്. 2nd പിൻ എന്ന് പറയുന്നത് ട്രിഗർ ആണ്. 1st പിൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ആണ്. ഓക്കെ, 555 ടൈമർ IC ഒരുപാട് ആപ്ലിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മൾട്ടി വൈബ്രേറ്റേഴ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഓർത്ത് വെച്ചിരിക്കുക. 8 പിൻ DIP പാക്കേജ് ആണ്. അതേപോലെ ഇതിന്റെ പിൻ ഡീറ്റെയിൽസ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ ആൻ ഓപ്പാമ്പ്? നമ്മുടെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓപ്പാമ്പ് ആണ്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ വെരി ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്നുള്ളതാണ് കറക്റ്റ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നമുക്ക് ആ ഒരു ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓപ്പാമ്പ് ഒന്ന് ചെക്ക് ചെയ്യാം. എന്താണ്? ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി, വെരി ഹൈ ആണ് പ്രാക്ടിക്കൽ കേസിൽ. ഇത് പ്രാക്ടിക്കൽ കേസിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഐഡിയൽ കേസിൽ ഇൻഫിനിറ്റി ആയിരിക്കും. അതേപോലെ തന്നെ എന്തായിരിക്കും? ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. അതേപോലെ CMRR എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. പിന്നെ സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. അതേപോലെ തന്നെ എന്തായിരിക്കും? ഓഫ്സെറ്റ് വോൾട്ടേജും ഓഫ്സെറ്റ് കറണ്ടും, ഓഫ്സെറ്റ് വോൾട്ടേജും അതെ, ഓഫ്സെറ്റ് കറണ്ടും അതെ, അത് രണ്ടും 0 ആയിരിക്കും. സോ ഇതെല്ലാം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്മുടെ ഐഡിയൽ ഓപ്പാമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പ്രാക്ടിക്കലി വരുമ്പോൾ കുറച്ച് ഹയർ വാല്യൂ, ഇൻഫിനിറ്റി വരേണ്ട സ്ഥാനത്തൊക്കെ ഹയർ വാല്യൂസ് വരും, 0 വരുന്ന സ്ഥാനത്തൊക്കെ ലോവർ വാല്യൂസ് വരും. ഇവിടെ നമുക്ക് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇൻപുട്ട് ഇംപെഡൻസ് എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. മറ്റു ഓപ്ഷൻസ് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ലോ ഇൻപുട്ട് റെസിസ്റ്റൻസ് അല്ലല്ലോ, വെരി ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ്. വെരി ഹൈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് അതും അല്ല, കാരണം എന്താണ്, ലോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ്. അതേപോലെ ലോ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഗെയിൻ. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് ഹൈ ആണ് ഇൻ ദ കേസ് ഓഫ് പ്രാക്ടിക്കൽ സർക്യൂട്ട്. ഐഡിയൽ കേസിൽ വരുമ്പോൾ ഇൻഫിനിറ്റി ആണ് വരിക. സോ ഇതും തെറ്റാണ്. ദെൻ ഓപ്ഷൻ സി മാത്രമേ റൈറ്റ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if RF is the resistance connected in the feedback path and R1 is a series resistance connected between inverting terminal and source of an op-amp, then voltage gain of the op-amp inverting amplifier is. ഇവിടെ ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ കേസ് ആണ് പറയുന്നത്. നമുക്ക് അത് ആദ്യം വരച്ചു നോക്കാം. ഇൻവേർട്ടിംഗ് ടെർമിനലും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലും ഉണ്ട്. ഓക്കെ, അപ്പോ അതില് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന് നേരെ വരുന്നതാണ് എന്ത്, ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ഇൻപുട്ട് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നു. ദെൻ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ഉണ്ട്. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ നമുക്കറിയാം നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ചെയ്തിരിക്കുകയായിരിക്കും. ഇതിന്റെ ഗെയിൻ എന്തായിരിക്കും, ഇൻവേർട്ടിംഗ് ടെർമിനലിന്റെ ഗെയിന്റെ ഇക്വേഷൻ -RF/R in ആണ്. ഇതാണ് ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് RF. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിനിന്റെ ഇക്വേഷൻ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. -RF/R1 ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ടിപ്പിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ ദാറ്റ് യൂസസ് 3 op-amp. നമുക്കറിയാം ഓപ്പാമ്പ് 3 op-amp വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതില് ഫസ്റ്റ് 2 op-amp എന്തായിരിക്കും, നമ്മൾ നോക്കുക. ഫസ്റ്റ് 2 op-amp ഇൻപുട്ട് സൈഡിൽ വരുന്ന 2 op-amps എപ്പോഴും ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിൽ വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട് ആയിരിക്കും. വോൾട്ടേജ് ഫോളോവർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇൻവേർട്ടിംഗ് ടെർമിനൽ ആണ് ഇതിന്റെ രണ്ടിന്റെയും. ആ ഇൻവേർട്ടിംഗ് ടെർമിനൽ എടുത്തിട്ട് എന്ത് ചെയ്യും, ഫീഡ്ബാക്ക് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ അങ്ങനെ കൊടുത്തിരിക്കുന്ന ഒരു സർക്യൂട്ടില് ഫസ്റ്റ് നമ്മുടെ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിലെ ഫസ്റ്റ് 2 op-amp എന്ന് പറയുന്നത് വോൾട്ടേജ് ഫോളോവർ ആയിരിക്കും. വോൾട്ടേജ് ഫോളോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡയറക്ട്ലി കണക്റ്റഡ് ടു ഇൻപുട്ട് വിത്തൗട്ട് എനി ഫീഡ്ബാക്ക് റെസിസ്റ്റർ. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഇത് നേരെ കൊടുക്കുന്നത് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ബൈ എന്താണ്, op-amp വെച്ചിട്ട് തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് എന്താ വരിക, വി ഔട്ട് എന്ന് പറയുന്നത് ഈ 2 ഇൻവേർട്ടിങ്ങിന്റെയും നോൺ ഇൻവേർട്ടിങ്ങിന്റെയും ടെർമിനലിന്റെ ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്ത വേർഷൻ ആണ് ഔട്ട്പുട്ട് കിട്ടുക. സോ ഇത് മൊത്തത്തിലാണ് എങ്ങനെ വരുന്നത്, ഒരു ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഇൻപുട്ട് സൈഡിൽ 2 വോൾട്ടേജ് ഫോളോവറും ഔട്ട്പുട്ട് സൈഡിൽ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറും. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ എന്താണ്, op-amp കണക്റ്റഡ് ടു ദ ഇൻപുട്ട് ആർ വോൾട്ടേജ് ഫോളോവേഴ്സ് ആൻഡ് op-amp കണക്റ്റഡ് ടു ദ ഔട്ട്പുട്ട് ഈസ് എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കുക, op-amp കണക്റ്റഡ് ടു ദ ഇൻപുട്സ് ആർ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. അല്ല. op-amp കണക്റ്റഡ് ഇൻ ദ ഇൻപുട്ട് ആർ വോൾട്ടേജ് ഫോളോവേഴ്സ്, അത് കറക്റ്റ് ആണ്. ആൻഡ് ദ ഔട്ട്പുട്ട് കണക്റ്റഡ് ടു ദ എന്താണ്, സമ്മിങ് ആംപ്ലിഫയർ. അല്ല. ഔട്ട്പുട്ട് സമ്മിങ് ആണോ? അല്ല. എന്താണ്, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഓക്കെ, അടുത്തത് op-amp കണക്റ്റഡ് ടു ദ ഇൻപുട്ട് ആർ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. അതും അല്ല. വോൾട്ടേജ് ഫോളോവർ അല്ലേ, നോൺ ഇൻവേർട്ടിംഗ് അല്ലല്ലോ. അപ്പോ നമ്മൾ ഓർത്ത് വെച്ചേക്കുക, ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിൽ എങ്ങനെയാണ് 2 വോൾട്ടേജ് ഫോളോവേഴ്സ് പ്ലസ് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ കണക്ട് ചെയ്യുമ്പോഴാണ് op-amp കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ ആവുന്നത്. ഓക്കെ, ഈ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നത് എവിടൊക്കെയാണ്, നമ്മുടെ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ഉള്ള ആംപ്ലിഫയേഴ്സ് ആണ് നമുക്കറിയാം. അതേപോലെ തന്നെ ഹൈ ആക്യുറസിയും സ്റ്റെബിലിറ്റിയും വേണ്ടിടത്തൊക്കെയാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. op-ampന്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയുണ്ട്. ഇൻപുട്ട് ഇമ്പിഡൻസ് ഹൈയും ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ലോയും ആണ്. അതും ഇവിടെ യൂസ്ഫുൾ ആക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, op-amp ക്യാൻ ബി യൂസ്ഡ് ടു ജനറേറ്റ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് വേവ് ഫോം. ഏതൊക്കെ വേവ് ഫോം? സ്ക്വയർ ഉണ്ട്, ട്രയാങ്കുലർ ഉണ്ട്, പൾസ് ഉണ്ട്. നമുക്കറിയാം ഈ വേവ് ഫോംസ് എല്ലാം op-amp ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓൾ ഓഫ് ദ എബോവ്. നമുക്കറിയാം op-amp ഇന്റഗ്രേറ്റർ ആയിട്ടും ഡിഫറൻഷിയേറ്റർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള എന്ത് ചെയ്യുന്നുണ്ട്, സിഗ്നൽസ് ഔട്ട്പുട്ട് വരുന്നുണ്ട്. സ്ക്വയർ വരുന്നുണ്ട്, ട്രയാങ്കുലർ വരുന്നുണ്ട്, ഇമ്പൾസ് വരുന്നുണ്ട്, അങ്ങനെ പല പല സിഗ്നൽസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ op-amp എന്താണ്, കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ദീസ് ഓൾ സിഗ്നൽസ്. ഓക്കെ,
സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഔട്ട്പുട്ട് വേവ് ഫോം ഓഫ് 555 ടൈമർ IC. നമ്മൾ 555 ടൈമർ ICയുടെ 8 പിൻ DP ആണെന്ന് പഠിച്ചു, 8 പിൻ DIP പാക്കേജ് ആണെന്ന് പഠിച്ചു, 8 പിൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. അതേപോലെ എന്ത് ഔട്ട്പുട്ട് ആണ് വരുന്നതെന്നാണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ ഔട്ട്പുട്ട് ആയിരിക്കും. സൈൻ ആണോ? അല്ല. സൈൻ വേവ് അല്ല. ട്രയാങ്കുലർ അല്ല. എലിപ്റ്റിക്കൽ അല്ല. റെക്ടാങ്കുലറും വരാം, അതുപോലെ തന്നെ സ്ക്വയർ വേവും വരാം. ഓക്കെ, അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം സ്ക്വയർ വേവ് ആണ് ഔട്ട്പുട്ട് വരിക. ഇങ്ങനെ വരുന്ന വേവ്സിന്റെ റെക്ടാങ്കുലറോ സ്ക്വയറോ ആവാം. ഇങ്ങനെ വരുന്ന വേവ്സിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മൾ ഈ 555 IC ടൈമർ ഉപയോഗിച്ച് ഒരു സർക്യൂട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ കപ്പാസിറ്റേഴ്സും റെസിസ്റ്റേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണലി യൂസ് ചെയ്യുന്നുണ്ട്. ആ കപ്പാസിറ്ററിന്റെയും റെസിസ്റ്റേഴ്സിന്റെയും വാല്യൂവിനെ ബേസ് ചെയ്തായിരിക്കും ഈ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നത്. ഈ ഫ്രീക്വൻസി എത്രത്തോളം ഫ്രീക്വൻസിയിലാണ് അത് ഫോം ചെയ്യുന്നതെന്ന് വരുന്നത്. പക്ഷെ ഔട്ട്പുട്ട് എങ്ങനെയായാലും റെക്ടാങ്കുലർ ഓർ സ്ക്വയർ തന്നെ ആയിരിക്കും. സോ നമുക്ക് ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which among the following will not affect the DC performance of the op-amp? DC പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യാത്ത ഒരു ഫാക്ടർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ് അത്? സ്ലീവ് റേറ്റ് ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത് വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണ് അതിന്റെ യൂണിറ്റ്. അതായത് എത്ര മൈക്രോ സെക്കൻഡിൽ വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ചേഞ്ചിനെയാണ് പറയുന്നത്. ഓരോ ഇപ്പൊ 1 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് എന്നാണ് പറയുന്നതെങ്കിൽ എന്താണ്, 1 മൈക്രോ സെക്കൻഡിൽ ഒരു വോൾട്ടേജ് ചേഞ്ച് ആണ് വന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും DC പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സ്ലീവ് റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് റാപ്പിഡ് ചേഞ്ചിങ് ഓഫ് സിഗ്നൽസിനെയും അതേപോലെ സ്പീഡ് ഓഫ് ദ സിഗ്നൽസിനെയാണ്. ഓക്കെ, DC പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഉണ്ട്, ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, അതുപോലെ ബയാസ് കറണ്ട്, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ, അതൊക്കെ വരാം. എന്താണ്, അതെല്ലാം ഇതിനകത്ത് വരാം. സോ ഇവിടെ നമുക്ക് ഓപ്ഷൻ സി പറയാം. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഡയറക്ട്ലി എന്ത് ചെയ്യുന്നുണ്ട്, DC പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബാൻഡ് വിഡ്ത്തും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇൻപുട്ട് റെസിസ്റ്റൻസും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ DC പെർഫോമൻസിനെ എഫക്ട് ചെയ്യാത്ത ഒരു ഫാക്ടർ ഇവിടെ സ്ലീവ് റേറ്റേ ഉള്ളൂ. സോ ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. സ്ലീവ് റേറ്റ് എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് എന്താണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, op-amp integrator can be used as dash filter. ഇവിടെ ഹൈ പാസ് ഫിൽറ്റർ, ബാൻഡ് പാസ് ഫിൽറ്റർ, ലോ പാസ് ഫിൽറ്റർ, ബാൻഡ് റിജക്ഷൻ ഫിൽറ്റർ. അപ്പോ നമുക്കറിയാം op-amp യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പറയുന്ന എല്ലാ ഫിൽറ്റേഴ്സിനെയും ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുണ്ട് op-amp ഇന്റഗ്രേറ്റർ. ഇന്റഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതൊരു ലോ പാസ് ഫിൽറ്റർ ആണ്. സോ ഇന്റഗ്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ പാസ് ഫിൽറ്റർ ആണ്. ഇന്റഗ്രേറ്റർ op-amp ത്രൂ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഇവിടെ ഇൻപുട്ടിൽ ഒരു റെസിസ്റ്റൻസ് ആയിരിക്കാം, അവിടെയാണ് ഇൻപുട്ട് കൊടുക്കുന്നത്, സിഗ്നൽ കൊടുക്കുന്നത്. ഫീഡ്ബാക്കിൽ ഒരു കപ്പാസിറ്റർ ആയിരിക്കും കണക്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് op-amp ഇന്റഗ്രേറ്റർ എന്ന് പറയുന്നത്. നമുക്കറിയാം കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ, കപ്പാസിറ്റൻസിന്റെ ഇംപിഡൻസ് ഇക്വേഷൻ Xc = 1/2πfc എന്നുള്ളതാണ്. അപ്പോൾ ഹൈ ഫ്രീക്വൻസി കമ്പോണൻസ് വരുമ്പോൾ നമ്മുടെ കപ്പാസിറ്റർ എന്ത് ചെയ്യും, ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇന്റഗ്രേഷൻ, ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ ഇവിടെ ഇന്റഗ്രേഷൻ നടക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ലോ ഫ്രീക്വൻസി സിഗ്നൽസ് മാത്രമേ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് ഗെയിൻ Y ആക്സിസിൽ ഗെയിനും X ആക്സിസിൽ ഫ്രീക്വൻസിയും പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി FC പറഞ്ഞാൽ അത് വരെയുള്ള സിഗ്നൽസ് ആയിരിക്കും പാസ് ചെയ്യുക. അതുകൊണ്ടാണ് അതിനെ ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ലോ ഫ്രീക്വൻസി സിഗ്നലിനെ മാത്രമേ പാസ് ചെയ്യുള്ളൂ. സർക്യൂട്ട് ഡയഗ്രാം ഇങ്ങനെയായിരിക്കും വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ വിത്ത് എ ഗെയിൻ ഓഫ് 10 is to be designed if RF and RIN are resistors used. The possible values of RF and RIN are. ഇവിടെ ഏത് ആംപ്ലിഫയർ ആണ് പറയുന്നത്, നോൺ ഇൻവെർട്ടിംഗ് ആണ്. അതാണ് മെയിൻ ആയിട്ട് ഓർക്കേണ്ടത്. നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്താണ്, നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിന്റെ ഇക്വേഷൻ 1 + RF/RIN ആണ്. ഓക്കെ, അതൊരു ഇൻവെർട്ടിംഗ് ആയിരുന്നു എങ്കിൽ എങ്ങനെ വന്നേനെ, -RF/RIN എന്ന് വന്നേനെ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കറിയാം 1 + RF/RIN ആണ്. നോൺ ഇൻവെർട്ടിംഗ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്, 10 എന്നുള്ളതാണ് നമ്മുടെ ഗെയിൻ തന്നിട്ടുണ്ട്. സോ 1 + RF/RI. ഇത് നമുക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് വേയിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത് നമ്മൾ ഓപ്ഷൻസ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക.
അപ്പോ ഇവിടെ 10ഉം ഇവിടെ 1 കിലോ ഓം 10/1 കൊടുക്കുമ്പോൾ 10 കിട്ടും പ്ലസ് 1 കിട്ടും 11 ആണ് വരിക 10 വരില്ല. സോ ഈ ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം. നെക്സ്റ്റ് അതുപോലെ 10 ഓമും 1 ഓമും സെയിം തന്നെയാണ് വരുന്നത് 11 വരും. സോ ഇതും കട്ട് ചെയ്യാം. ഇവിടെ 10 ആ വരുന്നത് 10/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്ലസ് 1 വരും. ദെൻ 1 + 1 2 ആ വരിക 2 അല്ലല്ലോ 10 അല്ലേ. സോ അതും കട്ട് ചെയ്യാം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓപ്ഷൻ ഡി എന്ന് പറയുമ്പോൾ 9/1 + 1 വരും. then എന്ത് വരും 9 + 1 10 വരും. സോ ഗെയിൻ 10 കിട്ടി. അങ്ങനെ നേരിട്ട് ഇക്വേഷൻ എഴുതിയതിനു ശേഷം നമ്മുടെ ഓപ്ഷൻസിൽ നിന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് വേ. വേണമെങ്കിൽ ഇതിൽ അല്ലാണ്ട് എന്ത് ചെയ്യാം ഡിറൈവ് ചെയ്തെടുക്കാം. ഇതാവുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏറ്റവും കുറഞ്ഞ സമയത്തിൽ നമുക്ക് ആൻസർ കിട്ടും. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ വരിക. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക് ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.